പെട്ടെന്നൊരു ദിവസം ഞാൻ ഗൂഗിളിനെ ഉപേക്ഷിച്ച് പോയാ ഗൂഗിൾ തകർന്നു പോകുമെന്ന് എനിക്കറിയായിരുന്നു. ഗൂഗിൾ സാറിനോടെങ്കിലും സത്യം പറയാറുന്നില്ലേ? ഇത്രയും നാളും ആ പാവത്തിനൊരു വിട്ടിയാക്കിയില്ലേ? ഞാൻ പറയാൻ ശ്രമിച്ചതാണ് ആരതി. പക്ഷെ അപ്പോഴാ ഞെട്ടലോടെ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഗൂഗിൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണെന്ന്. ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ ഗൂഗിൾ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഗൂഗിളിനെ ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന നിമിഷം ഗൂഗിളിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. തകർന്നു പോകുന്ന ഗൂഗിള് ജീവിതം തന്നെ അവസാനിപ്പിച്ച പിന്നെ എനിക്കെങ്ങനെയാ സച്ചേട്ടന്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുക? സമാധാനമായിട്ട് ഗൂഗിളിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി സച്ചേട്ടന്റെ അടുത്തേക്ക് തിരിച്ചു പോവാന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇനിയും ഞാൻ ഈ ആൾമാറാട്ടം തുടർന്നാ അതൊന്നും നടക്കില്ല. സച്ചേട്ടനോ ഗൂഗിളോ രണ്ടിലൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എനിക്ക് എന്റെ സച്ചേട്ടനെ തിരിച്ചു വേണം. എന്നാ ഗൂഗിൾ ഇല്ലാതാവുന്നത് എനിക്ക് സഹിക്കാനും പറ്റില്ല. ആയിഷ, അപ്പോ അന്ന് പർദ്ദയിട്ട് സച്ചിയുടെ വീട്ടിൽ വന്നത്? എന്റെ അമ്മയും അനിയത്തിമാരെയും കാണാൻ എനിക്കതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ആരതി, എനിക്കെല്ലാം അറിയാം. എല്ലാവരെയും അറിയാം. ആരതിക്ക് സച്ചേട്ടനോടുള്ള ഇഷ്ടവും എനിക്കറിയാം. പക്ഷെ ആരതിക്കറിയാത്ത ഒന്നുകൂടി എനിക്കറിയാം. സച്ചേട്ടൻ ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പൊ ആരതിയാ. എന്നാ ആരതി ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാനോ സ്നേഹിക്കാനോ സച്ചേട്ടൻ ഈ ജന്മത്ത് കഴിയില്ല. സച്ചേട്ടൻ എന്റേതാ, എന്റേത് മാത്രം. ഒട്ടും താമസിയാതെ എങ്ങനെയെങ്കിലും എല്ലാം പരിഹരിച്ച് ഞാൻ സച്ചേട്ടനിലേക്ക് തിരികെ എത്തും. സച്ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അർച്ചനയുടെ മനസ്സിലെ ആശങ്കയും വേവലാതിയും എനിക്കിപ്പോൾ മനസ്സിലായി. സച്ചിയുടെ ആ മനസ്സ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ഉള്ളിലെ ഇഷ്ടം സച്ചിയും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അർച്ചനെ, ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലുണ്ടായിരുന്നില്ലെങ്കിൽ പോലും സച്ചിയുടെ മനസ്സിൽ എനിക്കെന്നല്ല, ലോകത്ത് അർച്ചന അല്ലാതെ മറ്റൊരു പെണ്ണിനും കയറി പറ്റാൻ സാധിക്കില്ല. എന്റെ കാര്യം ഓർത്ത് അർച്ചന പേടിക്കണ്ട. ഞാൻ ഒരിക്കലും നിങ്ങൾക്കിടയിൽ വരില്ല. ഞാനെന്നല്ല, ആർക്കും വരാൻ സാധിക്കില്ല. ഇതുകൊണ്ട് മാത്രമല്ല ഞാനിപ്പോ ഈ സത്യം ആരതിയോട് തുറന്നു പറയണമെന്ന് വിചാരിച്ചത്. ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോവും.